സ്വഹാബത്ത് ആ സ്വഹാബത്തിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, സ്വഹാബാ അതദറൂന മാ കാന ലുഖ്മാൻ, ആരാണ് ലുഖ്മാനുൽ ഹകീം എന്ന് നിങ്ങൾക്കറിയുമോ? ആരാണ് ലുഖ്മാൻ എന്ന് നിങ്ങൾക്കറിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാതെ പോയാ, ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു മഹാന്റെ കഥ നമ്മൾ ചർച്ച ചെയ്യാതെ പോയി കഴിഞ്ഞാൽ, ഈ മഹാന്റെ കഥ നമ്മൾ ഏത് കൊല്ലത്തിലാണ് ചർച്ച ചെയ്യുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വ്യക്തമായി ഈ ശബ്ദം എന്റെ ശ്രവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് 11 മണിയാകുമ്പോഴേക്ക് ദുആ ചെയ്ത സന്തോഷത്തോടെ സ്വലാത്ത് ചൊല്ലി നമ്മൾ പിരിയുമ്പോ അതിനിടയിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സുന്ദരനാണെന്ന് നിങ്ങളാരും ധരിച്ചു പോകണ്ട. ഇവിടെ ഒരാളെ പറ്റിയിട്ട് നമ്മൾ വിശദീകരിക്കുമ്പോ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ടവരെ ഐക്യമില്ല, ഇസ്ലാമിന് വെളുപ്പിന്റെ സ്ഥാനമില്ല, തറവാടിന്റെ സ്ഥാനമില്ല, സമ്പത്തിന്റെ സ്ഥാനമില്ല, ഒന്നിനും അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാനമില്ല. നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് കൊടുത്തിരിക്കുന്ന ഏത് പേരാ? സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം അല്ലാഹു തആല ഖുർആനിലെ മാറ്റി വെക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാനെ ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തിന്റെ പാഠമായി കാണിച്ചു കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ ചോദിക്കുകയാണ്, ലുഖ്മാൻ ആരെന്നറിയുമോ? കഴിഞ്ഞ ജനുവരി മാസം 25-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ എന്നാണ്. കഴിഞ്ഞ ജനുവരി മാസം 25-ാം തീയതി റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്ത് പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുന്ന എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഒരുപോലെ സ്വാതന്ത്ര്യം ആശ്വസിക്കുന്ന, സ്വാതന്ത്ര്യ സുന്ദരമായ രീതിയിൽ നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ഡേയുടെ എന്ന് ഹരിയാനയിലെ പാവപ്പെട്ട അവർണനായ കറുത്ത കുട്ടി, പാവപ്പെട്ടത് കറുത്ത കുട്ടിയാണ്. അവൻ അവർണ വിഭാഗത്തിൽ പെട്ടുപോയവനാണ്. അവന് മിഠായി വിതരണ സന്തോഷത്തിന്റെ പേരിൽ ചെയ്തപ്പോ ഹരിയാനയിലെ ഒരു സ്കൂളിലെ ഒരു സവർണ മേധാവിത്വത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് വന്ന സവർണ മേധാവിത്വത്തിന്റെ കുട്ടി അവനത് വാങ്ങിയില്ല. അശുദ്ധമായി പോയി, നീ തൊട്ട മുട്ടായി അശുദ്ധമാണെന്ന് പറഞ്ഞ് വാങ്ങാതെ മാറ്റി നിർത്തിയെങ്കിൽ ഇവിടെ ലുഖ്മാന്റെ ചരിത്രം കേൾക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനെന്താണെന്ന് മനസ്സിലാകുന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനെന്താണെന്ന് മനസ്സിലാക്കാൻ ലുഖ്മാന്റെ ചരിത്രം മതി. പ്രിയപ്പെട്ടവരെ, വിധങ്ങൾ നിറഞ്ഞിരിക്കുന്ന സദസ്സിനോട് ചോദിക്കുകയാണ്, അതദറൂന മാ കാന ലുഖ്മാൻ, ആരാണ് ലുഖ്മാനെന്നറിയുമോ? ആരാണ് ലുഖ്മാനെന്നറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് സഹാബത്ത് പറയുകയാണ്, ഇല്ല യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയില്ല ആരാണ് ലുഖ്മാനെന്നറിയില്ല. ആ സമയത്ത് പൊന്നാന നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്കറിയുമോ ലുഖ്മാൻ ആരെന്ന്? ഇന്നഹു കാന അബ്ദൻ ഹബശിയാ. ലുഖ്മാനെ പഠിക്കണേ പെങ്ങളെ, ലുഖ്മാനെ പഠിക്കണേ പെങ്ങളെ. ഇന്നത്തെ സീരിയൽ സിനിമ നടീനന്മാരെ നമുക്കറിയാം. ഒരാൾ എത്ര കല്യാണം കഴിച്ചു എന്നറിയാം, അവൻ ആരുടെ മകളെയാണ് കല്യാണം കഴിച്ചതെന്നറിയാം, അവൻ ഏത് നാട്ടുകാരനാണെന്നറിയാം. പക്ഷേ ലുഖ്മാന്റെ ചരിത്രം ഞാനും നിങ്ങൾ പഠിക്കാതെ പോയാൽ ഖുർആനിന്റെ പഠനം പൂർത്തിയാകില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലുഖ്മാനുൽ ഹകീം തങ്ങൾ ആരാണെന്നറിയുമോ? തൊട്ടിക്കല്ലിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശബ്ദം ശ്രവിച്ചിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ ദാറുൽ ഇർശാദിന്റെ 3ാമത്തെ വാർഷികത്തിന്റെ സമാപനത്തിന്റെ പ്രഭാഷണം നടത്തുമ്പോ പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് ലുഖ്മാനെ പഠിച്ചിട്ട് ഞാനും നിങ്ങൾ മടങ്ങിപ്പോകണേ. നാളെ ഒരു സമയത്ത് ലുഖ്മാൻ ആരെന്ന് ചോദിക്കുമ്പോ തൊട്ടിക്കല്ലിലെ ഒരു ഉമ്മയ്ക്ക് പോലെ പറയാൻ കഴിയാതെ വിഷമിക്കാൻ ഇടവരാനോ പാടില്ല. അതുകൊണ്ട് ലുഖ്മാൻ ആരെന്ന് പഠിച്ചു വെച്ചോ. ഇന്നഹു കാന അബ്ദൻ ഹബശിയാ, കറുത്ത നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട അടിമയാണ്. സ്പ്രിംഗ് പോലുള്ള തലമുടിയാണ്. സുബ്ഹാനല്ലാഹ്, ചുണ്ടിങ്ങനെ തടിച്ചിട്ടിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തേക്കും നോക്കിയാൽ പിന്നെ നിലത്ത് നോക്കേണ്ട ആവശ്യമില്ല. വല്ലാതെ ചപ്പിയ പരന്ന മൂക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്തിരി പോലുള്ള പരന്ന മൂക്കാണ്. സ്പ്രിംഗ് പോലുള്ള തലമുടിയാണ്. മഹാനായ ലുഖ്മാനെ പറ്റി നബി തങ്ങൾ പറയുകയാണ്, ഇന്നഹു കാന അബ്ദൻ ഹബശിയാ, അദ്ദേഹം ഒരു നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട കാണാൻ മൊഞ്ചില്ലാത്ത അടിമയാണ് എന്ന് മാത്രമല്ല നബി തങ്ങൾ പറയുന്നു, ഇത്തഹിദൂ സൂദാനാ,
നിങ്ങൾ സുഡാനികളെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പല്ലേ, നിങ്ങൾ സുഡാനികളെ കാണുമ്പോൾ മോശമായി കാണല്ലേ. നിങ്ങൾ സുഡാനികളെ കാണുമല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമക്ഷത്തിൽ നിന്ന് കഅബാലയത്തിന്റെ കില്ല പിടിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മുമ്പിലൂടെ തവാഫ് ചെയ്തു പോകുന്ന നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട സുഡാനികളുണ്ടല്ലോ, അവരെ നിങ്ങൾ പുച്ഛിച്ച് തള്ളല്ലേ. പൊന്നാര മക്കളെ വിളിച്ചിട്ട് സുഡാനികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കണ്ട. പ്രിയപ്പെട്ടവരെ, സുഡാനികൾ ആരെന്നറിയുമോ? ലോകത്തിന്റെ നായകന് സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എടോ രാജ്യത്തെ അവർണനും സവർണനും ഒരുപോലെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുന്നു എന്ന് പറയുമ്പോ, ഓരോ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിന്റെ തേരിലേറെ സഞ്ചരിക്കുമ്പോൾ ഹരിയാനയിൽ അവർണ കുട്ടി കൊണ്ടുവന്ന മിഠായി വാങ്ങാത്ത സവർണ മേധാവിത്വത്തിന്റെ ഏറ്റവും പരമോന്നതമായ ഒരവസ്ഥയിൽ ഇരിക്കുന്ന സവർണ മേധാവികളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് സൽമാൻ എന്നില്ല. സൽമാൻ ആരാണ്? തക്കാളിയുടെ നിറമുള്ള സൽമാന്റെ പേരല്ലാതെ ഖുർആനിലില്ല. സൂറത്ത് അബൂബക്കർ എന്നില്ല, സൂറത്ത് ഉമർ എന്നില്ല, സൂറത്ത് ഉസ്മാൻ എന്നില്ല, സൂറത്ത് ഫാത്തിമ എന്നില്ല, സൂറത്ത് ആയിഷ എന്നില്ല. പക്ഷെ നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട കറുത്ത പത്തിരി പോലെ പരന്ന മൂക്കുള്ള സ്പെങ്ങ പോലെ തലമുടിയുള്ള ലുഖ്മാന്റെ പേരല്ലാതെ ഖുർആനിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ സുഡാനികളെ മോശമായി കാണണ്ട. പിന്നെ സലാസത മിനുഹും സാദാത്തു അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന, സ്വർഗത്തിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന 3 പേര് സുഡാനികളാണെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ